മമ്മൂട്ടി ഒരു സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയാണ് ആരും അറിയാതെ വയനാട്ടിലെത്തിയത്. അദ്ദേഹം അത് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നില്ല. വന്നവരും അറിഞ്ഞ് കൂടിയവരാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം കാറിലിരുന്നു കൊണ്ട് നടത്തിയ ഒരു പ്രസ്താവനയാണ് CPM-നെ പ്രകോപിപ്പിച്ചത്. മമ്മൂട്ടിയുടെ വന്നപ്പോൾ മമ്മൂട്ടി തങ്ങളുടെ മാത്രം സ്വത്താണ് എന്ന അർത്ഥത്തിൽ മമ്മൂട്ടിയുടെ വരവിനെ ആഘോഷിച്ചുകൊണ്ട് അത് CPM-കാരെല്ലാം കൂടെ പുറകെ നടന്ന് ഈ ഒരു CPM പ്രചരണ ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അന്ന് അദ്ദേഹം അത് നീരസം പ്രകടിപ്പിച്ചത്. മമ്മൂട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തെറിവാക്കുകൾ, അശ്ലീല വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. പാർട്ടി നേതാക്കന്മാർ ഈ അധിക്ഷേപകരമായ അശ്ലീല പ്രയോഗം നടത്തിയ സഖാക്കന്മാരെ തള്ളിപ്പറയാനോ അവർക്കെതിരെ ഒരു നടപടിയെടുക്കാനോ തയ്യാറായിട്ടില്ല. മമ്മൂട്ടിക്ക് കൊടുക്കേണ്ട ഒരു ആദരവ് ഒരിക്കലും CPM കൊടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പിന്നെ മാന്യനായതുകൊണ്ടൊന്നും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമസ്കാരം. വയനാട്ടിലെ ടൗൺഷിപ്പ് സന്ദർശനത്തിന് പിന്നാലെ നടൻ മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വരെ ആ ഒരു സൈബർ ആക്രമണത്തിന് അന്ത്യം കുറിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് നിയമ നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കാത്തത്? ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പ്. മമ്മൂട്ടി ഒരു സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയാണ് ആരും അറിയാതെ വയനാട്ടിലെത്തിയത്. അദ്ദേഹം അത് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നില്ല. വന്നവരും അറിഞ്ഞ് കൂടിയവരാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം കാറിലിരുന്നു കൊണ്ട് നടത്തിയ ഒരു പ്രസ്താവനയാണ് CPM-നെ പ്രകോപിപ്പിച്ചത്. ഈ സർക്കാരിൻ്റെ നേട്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർക്കാരിൻ്റെ നേട്ടമെന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ മുഴുവൻ പൊതുജനങ്ങളുടെയും സ്വത്താണ്, മലയാളികളുടെ സ്വത്താണ്, പൊതുപണം ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. അതായത് CPM-കാർ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നേട്ടമായി കൊട്ടിഘോഷിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായി ഇത് കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനപൂർണ്ണമായ അവരുടെ കരുണാപൂർണമായ പ്രവർത്തനങ്ങളുണ്ടായ സ്ഥാപനമാണെന്ന് സ്ഥാപിച്ചത് പാർട്ടിയെയും സർക്കാരിനെയും അവഹേളിക്കുന്നതാണെന്ന തലത്തിലാണ് അവർ അത് കണ്ടത്. അതാണ് മമ്മൂട്ടിക്കെതിരായിട്ടുള്ളൊരു പ്രകോപനത്തിന് പ്രധാന കാരണം. അതേസമയം മമ്മൂട്ടി വന്നപ്പോൾ CPM-കാർ ഓടിക്കൂടി. അവിടുത്തെ ജില്ലാ സെക്രട്ടറി അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. സിദ്ദിഖും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. സിദ്ദിഖിന് ഈ മീറ്റിംഗ് കൂടിയപ്പോൾ സിദ്ദിഖ് അവിടുത്തെ MLA എന്ന് മാത്രമല്ല, അദ്ദേഹവും ഈ പറയുന്ന ആ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ സമാഹരിച്ചിട്ടുള്ളത് അവിടെ നിന്നല്ല, പുറത്തുനിന്നാണ്. അവിടെ നിന്നും ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചിട്ടുള്ള സർക്കാർ തന്നെയാണ്. അതിനെ ഒരിക്കലും MLA എതിരായിരുന്നില്ല. പക്ഷേ MLA കയറിയപ്പോൾ അവിടെ കൂവുകയാണ് ചെയ്തത്. അതേസമയം മമ്മൂട്ടിയുടെ വന്നപ്പോൾ മമ്മൂട്ടി തങ്ങളുടെ മാത്രം സ്വത്താണ് എന്ന അർത്ഥത്തിൽ മമ്മൂട്ടിയുടെ വരവിനെ ആഘോഷിച്ചുകൊണ്ട് അത് CPM-കാരെല്ലാം കൂടെ പുറകെ നടന്ന് ഈ ഒരു CPM പ്രചരണ ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അന്ന് അദ്ദേഹം അത് നീരസം പ്രകടിപ്പിച്ചത്. കാരണം ഞാൻ വന്നത് നിങ്ങളുടെ ഭാഗമായിട്ടല്ല എന്ന അർത്ഥത്തിലാണ് സംസാരിച്ചത്. അത് കേരളമൊട്ടാകെ CPM-കാരെ പ്രകോപിപ്പിച്ചപ്പോൾ അതിൽ ശക്തമായി മുന്നോട്ട് വന്നത് CPM-ൻ്റെ ഒഫീഷ്യൽ സൈബർ പോരാളികളാണ്. പോരാളി ഷാജിമാർ രംഗത്ത് വന്നു. കൂടാതെ AKC സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സെല്ലുണ്ട്. അത് നേതൃത്വം കൊടുക്കുന്ന ആരാണെന്ന് ആരോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരാളാണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആൾ തന്നെയാണ് വ്യാപകമായി മമ്മൂട്ടി ആക്രമിക്കാൻ കൊടുത്തത്. അതായത് മമ്മൂട്ടിയുടെ അടിമയാവണമെന്നാണ് അവരുടെ ആഗ്രഹം. മമ്മൂട്ടിയുടെ സ്വതന്ത്ര വ്യക്തിത്വത്തെ അവർ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം മമ്മൂട്ടിയെ അടിമവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഒന്ന് അടികൊടുത്ത് നേരെയാക്കാമെന്നാണ് കരുതിയത്. അതിന് കൊടുത്ത ഈ ആക്രമണം വളരെ രൂക്ഷമായി. മമ്മൂട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തെറിവാക്കുകൾ, അശ്ലീല വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇത്രയും അപകീർത്തികരമായ ഒരു പ്രസ്താവന ഈ സൈബർ ആക്രമണം വന്നപ്പോൾ സാധാരണഗതിയിൽ നമ്മൾക്കറിയാം, മുഖ്യമന്ത്രിക്കെതിരെ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ കേസെടുത്തു. മമ്മൂട്ടിയെപ്പോലെ കേരളത്തിലെ ഒരു മഹാനടൻ, പത്മഭൂഷൺ നേടിയ ഒരാളാണ്. പത്മഭൂഷൺ നേടിയ ആളെന്ന് പറയുന്നത് വലിയ ആൾ തന്നെയാണ്. ഭരത് അവാർഡ് 3 തവണ കിട്ടിയ ആളാണ്. അങ്ങനെയുള്ള ഒരു മഹാനടനെ, ഇന്ത്യ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാളെ അപകീർത്തികരമായി അദ്ദേഹത്തെ അപമാനിച്ചപ്പോൾ പോലീസ് കേസെടുക്കേണ്ടതല്ലേ? ചെറിയ കാര്യങ്ങൾക്ക് പോലും സൈബർ പോലീസ് ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേസെടുത്തിട്ടില്ല.
മമ്മൂട്ടി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അഭിമാനമാണെന്നെങ്കിൽ കൂടിയും അദ്ദേഹം കഴിഞ്ഞ 25 വർഷക്കാലമായി തൻ്റെ സേവനം ഇട്ടുകൊടുത്തിരിക്കുന്നത് കൈരളി ചാനലാണ്, അത് പാർട്ടി ചാനലാണ്. അതിനുവേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു പ്രതിഫലവും വാങ്ങാറില്ല. പക്ഷേ സാധാരണഗതിയിൽ അദ്ദേഹം 25 വർഷം പ്രവർത്തിച്ചപ്പോൾ സത്യം പറഞ്ഞ സുരേഷ് ഗോപിയൊക്കെ ഒരു പ്രവർത്തനം നടത്താതെ തന്നെ BJP സ്ഥാനാർത്ഥിയാക്കി, ആദ്യം രാജ്യസഭയാക്കി, ഇപ്പോൾ ലോക്സഭയാക്കി, കേന്ദ്രമന്ത്രിയാക്കി. അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ സേവനമാണ് പാർട്ടി ചാനലിന് വേണ്ടി മമ്മൂട്ടി നടത്തുന്നത്. അദ്ദേഹത്തിന് ഒരു രാജ്യസഭാംഗത്വമോ അല്ലെങ്കിൽ പാർട്ടി പദവിയോ കൊടുത്ത് ആദരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ തെറിയഭിഷേകം നടത്തി, അതാണ് അദ്ദേഹത്തിനുള്ള സ്നേഹസമ്മാനം എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയെപ്പോലുള്ളൊരു മഹാനടനെ അപമാനിക്കുകയാണ് ചെയ്തത്. ഈ അപമാനം സഹിച്ചിട്ടും 2 ദിവസമായിട്ടും പ്രതികരിക്കാൻ നേതാക്കന്മാർ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാപ്പിരക്കേണ്ടതാണ്. പാർട്ടി നേതാക്കന്മാർ ഈ അധിക്ഷേപകരമായ അശ്ലീല പ്രയോഗം നടത്തിയ സഖാക്കന്മാരെ തള്ളിപ്പറയാനോ അവർക്കെതിരെ ഒരു നടപടിയെടുക്കാനോ തയ്യാറായിട്ടില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ CPM എന്ന പാർട്ടി മമ്മൂട്ടിക്ക് നേരെയുള്ള ഗുണ്ടാക്രമണത്തെ, സൈബർ ഗുണ്ടാക്രമണത്തെ ഇപ്പോഴും അനുകൂലിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനോട് അപമാനിക്കുക മാത്രമല്ല, അദ്ദേഹത്തോട് കൃതജ്ഞത കാട്ടി. അദ്ദേഹം പാർട്ടിയുടെ ഇടതുപക്ഷ സഹായത്തിൽ നിൽക്കുന്ന ആളാണ്. അത് പൂർണ്ണമായും അദ്ദേഹത്തെ ലംഘിച്ചിരിക്കുന്നു. അതേസമയം വേറൊരു കാര്യം കൂടെ പറയട്ടെ. മമ്മൂട്ടി 25 വർഷമായി ഇദ്ദേഹമാണ്. ഞാൻ മോഹൻലാലിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ മോഹൻലാലിന് ഒരു അവാർഡ് കിട്ടിയപ്പോൾ ലാൽ സലാം എന്ന പേരിൽ മോഹൻലാലിനെ ചോപ്പിക്കുക മാത്രമല്ല കേരളത്തെ ചോപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മഹാപരിപാടിയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ മമ്മൂട്ടിക്ക് ഒരിക്കലും ഒരു ആദരവ് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട സർക്കാർ പരിപാടികളൊന്നും വലിയൊരാളാക്കി കൊണ്ടുപോയിട്ടുമില്ല. അദ്ദേഹം ഒരു അടിമയായി ഒരു സഖാവായിരുന്നു കൊള്ളണമെന്നാണ് അവരുടെ അർത്ഥം. പക്ഷേ മോഹൻലാൽ കൊടുക്കുന്ന പ്രാധാന്യം എത്ര? ഇപ്പോൾ പ്രചരണായുധമാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുമായുള്ള ഇൻ്റർവ്യൂ മോഹൻലാൽ വെച്ചാണ് നടത്തുന്നത്. അത് എല്ലാ ചാനലിലും കൊടുക്കുന്നു. സർക്കാർ പണം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും മമ്മൂട്ടിക്ക് കൊടുക്കണമെന്ന ഈ ഇൻ്റർവ്യൂ നടത്തണമെന്നല്ല. കാരണം മമ്മൂട്ടി അതിന് കിട്ടത്തില്ല. മമ്മൂട്ടി അങ്ങനെ ഒരു നിലവിട്ട് CPMൻ്റെ പ്രചരണത്തിന് പോകാനൊന്നും മമ്മൂട്ടിയെ കിട്ടത്തില്ല. പക്ഷേ മമ്മൂട്ടിക്ക് കൊടുക്കേണ്ട ഒരു ആദരവ് ഒരിക്കലും CPM കൊടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പിന്നെ മാന്യനായതുകൊണ്ടൊന്നും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മമ്മൂട്ടിയെപ്പോലുള്ള ആളുകളെ ആദരിക്കുന്നതിന് പകരം നിന്ദിക്കുന്ന ഒരു തരംതാണ പണിയിലേക്കാണ് ഇപ്പോൾ CPM പോയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നിലവിൽ ഈ നിമിഷം വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ CPMൻ്റെ മുതിർന്ന നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നത് എന്നുള്ളത്? ആ സൈബർ ആക്രമണത്തിൽ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരില്ലെങ്കിലും പ്രാദേശിക നേതാക്കന്മാർ എല്ലാം അത് എഴുതിയിരിക്കുന്ന വാക്കുകളോ പുറത്തു പറയാൻ കൊള്ളാത്ത മുതിർന്ന നേതാക്കൾക്ക് ഇത് തടയാൻ സാധിക്കുമല്ലോ. തീർച്ചയായിട്ടും സാധിക്കും. കാരണം CPMനെ സംബന്ധിച്ചോളം CBIൻ്റെ സൈബർ വിങ് കൈകാര്യം ചെയ്യുന്നത് AK സെല്ലിലാണ്. മാത്രമല്ല പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് തന്നെയാണ് അവിടെ ഈ സൈബർ വിങ് പ്രവർത്തിക്കുന്നത്. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് സ്വിച്ചിട്ട പോലെ പോകാനുള്ള ഒരു കേഡർ സംവിധാനം CPMനുണ്ട്. 2 ദിവസമായി മമ്മൂട്ടിക്കെതിരെ പാർട്ടി അണികൾ ഉറഞ്ഞു തുള്ളുകയും കേട്ടാൽ അറയ്ക്കുന്ന അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച്, സത്യം പറഞ്ഞാൽ ആ വാക്കുകൾ വായിച്ചാൽ മമ്മൂട്ടി ബോധം കെട്ട് വീഴും. അത്രയ്ക്ക് തരംതാണ തെറിപ്രയോഗങ്ങൾ നടത്തിയിട്ടാണ് മമ്മൂട്ടി ആക്രമിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ മമ്മൂട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ സൈബർ ആക്രമണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബോർഡിലേക്കല്ല, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് മമ്മൂട്ടിക്കെതിരായിട്ടുള്ള പ്രയോഗങ്ങൾ, മമ്മൂട്ടിയെ പേഴ്സണലായി ഇൻസൾട്ട് ചെയ്യുന്ന ധാരാളം പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ ഒരാൾക്കെതിരെ നടത്തിയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു കലാകാരനെ നേരിടാത്ത തരത്തിലുള്ള രൂക്ഷമായ അല്ലെങ്കിൽ മ്ലേച്ഛമായ പ്രതികരണമാണ് മമ്മൂട്ടിക്കെതിരെ ഉണ്ടായിക്കൊണ്ടത്. പക്ഷേ അത് അംഗീകരിക്കുന്ന ഒരു നിലപാട് ഇപ്പോഴും CPM സ്വീകരിച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ക്ഷമ ചോദിക്കേണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു അവസരം ആയില്ലേ സത്യത്തിൽ? തീർച്ചയായും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് 25 വർഷം മുമ്പ് മമ്മൂട്ടിയെ കൈരളി ചാനലിൻ്റെ ചെയർമാനായി വരുന്നത്. സ്വതന്ത്ര ചാനൽ എന്ന് പറഞ്ഞാലും അത് പാർട്ടി ചാനലെന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടി പുറത്തുനിന്നുള്ള ധാരാളം ആളുകളുടെ ഷെയർസ് ഉണ്ട്, അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുടെ ഷെയർസും ഉണ്ട്. പക്ഷേ അതിൻ്റെ ആദ്യം മുതൽ തന്നെ അതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അതിൻ്റെ വളർച്ചയുടെ വഴിത്താരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് മമ്മൂട്ടി. ആ മമ്മൂട്ടിയുമായി ഏറ്റവും വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ആളാണ് പിണറായി വിജയൻ. തൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തകന്മാർ അദ്ദേഹത്തിനെതിരെ ഉറഞ്ഞു തുള്ളുമ്പോൾ അതിന് അദ്ദേഹത്തോട് മാപ്പ് പറയേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. പാർട്ടിയുടെ ആളുകളാണ് ഈ മ്ലേച്ഛമായ പ്രവർത്തനം നടത്തുന്നത്. അവരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം, അവരെ തള്ളിപ്പറയേണ്ട ഉത്തരവാദിത്തം പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷക്കുണ്ട്. അവർ രണ്ടുപേരും മൗനം അവലംബിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത.
ഈ ഒരു വിഷയത്തിൽ ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് സൈബർ ഗുണ്ടകളുടെ പുലഭ്യ പീഡനത്തിന് ഇരയായ മമ്മൂട്ടിയോട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാപ്പ് പറയണം എന്നാണ്. അതുകൂടാതെ മമ്മൂട്ടിയെ അപകീർത്തികരമായ അധിക്ഷേപിച്ചവർക്കെതിരെ സൈബർ പോലീസ് കേസെടുക്കണം. പാർട്ടി ചാനൽ ചെയർമാൻ എന്ന നിലയിലുള്ള 25 വർഷത്തെ സേവനത്തിന് CPM നൽകിയ സമ്മാനമാണ് ഈ തെറി അഭിഷേകം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.